ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഗ്ലോബൽ വോയിസസ് ആൻഡ് കൾച്ചേഴ്സിൽ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള പോയം ഏത് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റിൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ടാണ് നമ്മുടെ പോയറ്റ് എഴുതിയിട്ടുള്ളത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷനും വർക്കിംഗ് ക്ലാസ് ലേബറേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനുമാണ് ഈ പോയം എഴുതാൻ വേണ്ടി പോയറ്റിനെ പ്രേരിപ്പിച്ചത്. ഓക്കെ. പിന്നെ ടെലിഫോൺ കോൺവെർസേഷൻ എന്നുള്ള പോയത്തിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഒരു ആഫ്രിക്കൻ മാനും പിന്നെ ഒരു വൈറ്റ് ബ്രിട്ടീഷ് ലേഡിയും. പിന്നെ ഏത് രാജ്യക്കാരനാണ് അല്ലെങ്കിൽ രാജ്യക്കാരിയാണ് ഉഡ്ഗുരു നൂനുകൽ? ഏത് കൺട്രിയിൽ ഉള്ള പോയറ്റാണ്? ഓസ്ട്രേലിയയാണ് കേട്ടോ. പിന്നെ വാട്ട് ഈസ് കൊറോബറി? കൊറോബറി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അബോറിജിനൽ ഓസ്ട്രേലിയൻ ഗ്യാതറിങ്ങിനെയാണ് വിളിക്കുന്നത്. ആ ഗ്യാതറിങ്ങിൽ ഡാൻസും മ്യൂസിക്കും സ്റ്റോറി ടെല്ലിങ്ങും കാണും. പിന്നെ എപ്പോഴാണ് കാഷ്യ ഫ്ലവർ ബ്ലൂം ചെയ്യുന്നത്? സ്പ്രിംഗ് സീസണിലാണ് കാഷ്യ ഫ്ലവർ ബ്ലൂം ചെയ്യുന്നത്. പിന്നെ ഏത് കൺട്രിയിലാണ് മാർഗരറ്റ് ആറ്റ്വുഡ് ബിലോങ് ചെയ്യുന്നത്? അതെ, അവർ കാനഡ എന്നുള്ള കനേഡിയൻ റൈറ്ററാണ് കേട്ടോ മാർഗരറ്റ് ആറ്റ്വുഡ്. ദ പവർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഏത് സ്റ്റോറിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ദ പവർ ഓഫ് ഫെയ്ത്ത് എന്നുള്ളത് നമ്മുടെ വിഡ്ഢി കൂശ്മാണ്ഡം ഫ്രം ഐതിഹ്യമാല കേട്ടോ. അതായത് ഐതിഹ്യമാല എന്നുള്ള കളക്ഷനകത്ത് നിന്നും വിഡ്ഢി കൂശ്മാണ്ഡം എന്നുള്ള സ്റ്റോറിയാണ് ദ പവർ ഓഫ് ഫെയ്ത്ത്. അത് ഐതിഹ്യമാല ആരാണ് എഴുതിയത്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. പിന്നെ അഗുൻ പഖി എന്നുള്ള നോവൽ ബംഗാളി പോം ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? നമ്മുടെ അഗനിൽ ഖരായി ആണ്. എഗണി എന്നുള്ള പോമാണ് ബംഗാളി പോമാണ് അഗുൻ പഖി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ദ മാൻ ഹു വാസ് എ ഹോസ്പിറ്റലിനകത്ത് അയാൾ എന്തായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്? നറേറ്റർ ഒരു മെഡിക്കൽ ഡിക്ഷണറിയാണ് മറ്റേ ബ്രിട്ടീഷ് ലൈബ്രറി പോയി വായിച്ചുകൊണ്ടിരുന്നത്. ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ എന്തിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഈ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയെയും ന്യൂക്ലിയർ ആംസ് റേസിനെയുമാണ് ഇത് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ആരാണ് മറ്റേ വിഷവൈദ്യൻ ആരായിരുന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ ദ പവർ ഓഫ് ഫെയ്ത്തിനകത്തുള്ള വിഷവൈദ്യൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിഷവൈദ്യൻ എന്ന് പറയുന്ന ആരാണ്? സ്നേക്ക് ബൈറ്റ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളെയാണ് വിഷവൈദ്യൻ എന്ന് വിളിക്കുന്നത്. ഈ ഇൻഡിജീനിയസ് ആയിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ മെഡിസിനൽ പ്രാക്ടീസസ് ആണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ യു ആർ അണ്ടർ സർവൈലൻസ് എന്നുള്ള ഈ ഒരു സ്റ്റോറിക്കകത്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഏത് സോഷ്യൽ ഈവിലിനെ കുറിച്ചാണ് പറയുന്നത്? മറ്റേ ഗാർബേജ് ഡംപിങ്ങിനെ കുറിച്ചാണ് യു ആർ അണ്ടർ സർവൈലൻസിനകത്ത് പറയുന്നത്. പിന്നെ ഈ എൻഡ് ഓഫ് ഇമാജിനേഷൻ എന്നുള്ള ഏതിനകത്താണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഫ്രണ്ട് ലൈൻ മാഗസിനകത്താണ് 1998. ആരായിരുന്നു മാൽക്കോം എക്സ്? മാൽക്കോം എക്സ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ മുസ്ലിം മിനിസ്റ്ററും ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റും കൂടിയായിരുന്നു. പിന്നെ അദ്ദേഹം സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിലും പങ്കെടുത്തിട്ടുണ്ട്. ക്ലൂ ക്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ മാൽക്കോം എക്സിനകത്ത് വരുന്നതാണ്. വൈറ്റ് സുപ്രീമിസ്റ്റ് ഗ്രൂപ്പുകളെയാണ് നമ്മൾ ക്ലൂ ക്ലാൻ എന്ന് പറയുന്നത്. അവർ USA ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയെ ഹേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഗ്രൂപ്പാണ്. അവർ റേസിസം, വയലൻസ്, ആഫ്രിക്കൻ അമേരിക്കൻസിനെതിരെയുള്ള ടെറർ, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ കേട്ടോ. ഐ കാൺ ഹെൽപ്പ് ബ്ലോസമിങ്ങിനകത്ത് തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഐ കാൺ ഹെൽപ്പ് ബ്ലോസമിങ്ങിനകത്ത് അതായത് എനിക്ക് പൂക്കാതിരിക്കാനാവില്ല എനിക്ക് എന്നുള്ളതാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ. അതായത് പിന്നെ വിഷുവിൻ്റെ സമയമാകുമ്പോൾ എന്തായാലും കണിക്കൊന്ന പൂത്തിരിക്കും എന്തൊക്കെ ഫേസ് ചെയ്താലും. അപ്പോൾ ഐ കാൺ ഹെൽപ്പ് ബ്ലോസമിങ് എന്നുള്ള പോയത്തിനകത്ത് എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് നമ്മുടെ ലൈഫിൽ വന്നാലും എന്തൊക്കെ ചെയ്താലും എന്ത് ചെയ്യണം? നമുക്കൊരു സെൽഫ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. നമുക്കൊരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. പിന്നെ ഉഡ്ഗുരു നൂനിക്കൽ ഡ്രീം ടൈം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡ്രീം ടൈം എന്ന് വെച്ചാൽ അബോറിജിനൽ ഓസ്ട്രേലിയൻസിൻ്റെ ഒരു സ്പിരിച്വൽ ബിലീഫാണ്. അതായത് വേൾഡിൻ്റെ ഒറിജിൻ, ലൈഫിൻ്റെ ഒറിജിൻ, കൾച്ചറിൻ്റെ ഒറിജിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ടേമാണ് ഡ്രീം ടൈം. എന്താണ് തെയ്യം? തെയ്യം എന്ന് പറയുന്നത് ഒരു റിച്വലിസ്റ്റിക് ഫോക്ക് പെർഫോമൻസ് ആണ് കേരളത്തിലുള്ളത്. അവിടെ ഈ ഡയറ്റീസിൻ്റെ ഇൻകാർണേഷൻസ് ആയിട്ട് പെർഫോമേഴ്സ് മാറുന്നു. ഓരോ ഡയറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഓരോ പെർഫോമറും. പിന്നെ ദ ഗിഫ്റ്റ് ഔട്ട് റൈറ്റ് എന്നുള്ള ഫ്രോസിൻ്റെ പോയത്തിൻ്റെ ടൈറ്റിൽ എന്തിനെയാണ് റെഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ലാൻഡിനെയാണ് അത് പറയുന്നത്. ഓക്കെ. സെറ്റ്ലേഴ്സ്, അതായത് ഇറ്റ് റിഫേഴ്സ് ടു ദ ലാൻഡ് ബീങ് എ ഗിഫ്റ്റ് ദാറ്റ് ദി സെറ്റ്ലേഴ്സ് അക്സെപ്റ്റഡ് വൺസ് ദേ. അതായത് പിന്നെ ഗിഫ്റ്റ് ഔട്ട് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ ലാൻഡിനെയാണ്. അവിടെ താമസിക്കുന്നവർ അല്ലെങ്കിൽ അവിടെ വന്ന് സെറ്റിലേഴ്സ് എന്ന് പറയുന്നവർ ഈ അമേരിക്കൻ ലാൻഡിൻ്റെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് വളരെ താമസിച്ചാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. പിന്നെ അവർ കുറച്ച് കഴിയുമ്പോഴാണ് ഒരു ഗിഫ്റ്റാണ് അവർക്ക് റിസീവ്ഡ് ആയെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. പിന്നെ ഹൗസ് ഓഫ് 1000 ഡോസിനകത്ത് മീന അലക്സാണ്ടറിൻ്റെ റൈറ്റിംഗ് ടെക്നിക്ക് എന്താണ്? മെമ്മറി, ട്രോമ, ഈ ഇമിഗ്രൻ്റ് എക്സ്പീരിയൻസ്, സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി, ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് അവർ എഴുതിയിരിക്കുന്നത്. ആരാണ് നമ്മുടെ ജോൺ കുര്യൻ? നമ്മുടെ യു ആർ അണ്ടർ സർവൈലൻസിനകത്തുള്ള ഒരു ക്വസ്റ്റ്യനാണ് അത് നോക്കി വെച്ചേക്കണം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ജേർണി ടു ദ ഇൻറ്റീരിയർ എന്നുള്ള പോകത്തിനകത്ത് സബ്ജക്റ്റ് മാറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെച്ചേക്കുക. അത് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് സൈക്കോളജിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അത് സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷൻ ഉണ്ട്, സെൽഫ് ഡിസ്കവറി ഉണ്ട്, ഹ്യൂമൻ മൈൻഡിൻ്റെ കോംപ്ലക്സിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് എഗണി എന്നുള്ള പോയത്തിനകത്ത് ആ പുവർ വുമണിന് വേണ്ടുന്ന ബേസിക് നീഡ്സ് ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ ആണ്. സാൽവേഷൻ ഇൻ സറണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സറണ്ടർ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ സാൽവേഷൻ ഇൻ സറണ്ടർ എന്നുള്ളതിൻ്റെ അപ്പോൾ ഇവിടെ സാൽവേഷൻ ഇൻ സറണ്ടർ എന്നുള്ളതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ ലിബറേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ ഫ്രീഡം. നമ്മുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അതുവഴി നമ്മൾ ഇന്നർ പീസ് എന്ത് ചെയ്യുക, ട്രസ്റ്റ് അല്ലെങ്കിൽ ഇന്നർ പീസ് നമ്മൾ അതുവഴി റിസീവ് ചെയ്യുക എന്നുള്ളത്. പിന്നെ കൃഷ്ണന്റെ സിസ്റ്ററിന് എന്തോ പറ്റിയതാണെന്ന് അവർക്ക് മെന്റലി അവർ അൺസ്റ്റേബിൾ ആണ്. ദെൻ സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ടിനകത്ത് ഷെല്ലി എന്താണ് വർക്കേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്? ടു റൈസ്, ടു യുണൈറ്റ് ആൻഡ് ഓവർത്രോ ഒപ്രഷൻ ഫോർ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ്. ഓക്കെ. പിന്നെ ഈ ഊഡ്ഗരു ആൻഡ് നൂനുക്കൽ എന്നുള്ള 2 ടേംസിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ പേര് കാത്ത് വോക്കർ എന്നാണ്. സോ എന്തുകൊണ്ടാണ് അവർ പേര് ചേഞ്ച് ചെയ്തത്? ഊഡ്ഗരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ബാർക്ക് ട്രീ എന്നാണ്. നൂനുക്കൽ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ പേരാണ്. 1988 ഇവർ കാത്ത് വോക്കർ എന്നുള്ള ഈ പേരിൽ നിന്ന് അവർ ഊഡ്ഗുരു നൂനുക്കൽ എന്നായി മാറി. അതായത് അവരുടെ ആ ഒരു ട്രൈബൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ അബോറിജിനൽ ഐഡന്റിറ്റിയെ ഫോക്കസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കാഷ്യ ഫ്ലവറിന്റെ യെല്ലോ കളർ എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്ന? സൺലൈറ്റ്, ന്യൂ ബിഗിനിങ്സ്, വൈബ്രൻസി, ഹോപ്പ്, ഇതൊക്കെയാണ്. പിന്നെ ഐഡന്റിറ്റി കാർഡിലെ ക്വസ്റ്റ്യൻ ഓഫ് കാസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി ആ ഗ്രൂപ്പിന് അതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പോയത്തിനകത്ത് ദി ഗിഫ്റ്റ് ഔട്ട് റൈറ്റ് എന്നുള്ള പോയത്തിനകത്തുള്ള പാരഡോക്സ് എന്താണ്? ബിക്കോസ് അമേരിക്ക എന്ന് പറയുന്നത് വാസ് ടേക്കൺ ബിഫോർ സെറ്റിലേഴ്സ് അണ്ടർസ്റ്റുഡ് ദേ പൊസസ്ഡ് ഇറ്റ്. അപ്പോൾ പാരഡോക്സ് എങ്ങനെ അവരെ ലാൻഡ് ക്ലെയിം ചെയ്യുവാണ് ബിഫോർ എന്താണ് ഈ ലാൻഡ് കുറച്ചും കൂടി ഷേപ്പ് ആവുന്നതിന് മുന്നേ തന്നെ. അതായത് ദ ഗിഫ്റ്റ് ഔട്ട് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയത്തിനകത്ത് സംസാരിക്കുന്നത് ഈ സെറ്റിലേഴ്സ് എടുക്കുന്നതിന് മുന്നേ തന്നെ അമേരിക്കൻ ലാൻഡ് ഓൾറെഡി പൊസസ്ഡ് ആണ്. ഇവർ പൊസസ് ചെയ്തിരിക്കുകയാണ് ഈ സെറ്റിലേഴ്സ്. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ലാൻഡിന്റെ വേർത്ത്നെസ് അല്ലെങ്കിൽ വാല്യൂ മനസ്സിലാക്കുന്നത്. പക്ഷേ ഓൾറെഡി ഇവർ പൊസസ് ചെയ്തിരിക്കുന്ന ലാൻഡാണ്. പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കി എടുക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഗിഫ്റ്റ് ഔട്ട് റൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വി ആർ ഗോയിങ്ങിനകത്ത് മെയിൻ തീംസ് എന്ന് വെച്ചാൽ മറ്റേ ലാൻഡിന്റെ ഡിസ്പൊസിഷൻ, കൾച്ചറൽ എന്താ പറയുക എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട്, എൻവയോൺമെന്റൽ ലോസ് വരുന്നുണ്ട്, സ്പിരിച്വൽ ഐഡന്റിറ്റിയെ തിരിച്ചു പിടിക്കുക എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പിന്നെ ദ പവർ ഓഫ് ഫെയ്ത്തിന്റെ ആ ഒരു ടൈറ്റിലിന്റെ ഇത് ചോദിക്കാം. അതായത് നമുക്ക് ഫെയ്ത്ത് എത്രമാത്രം നമുക്ക് പവർഫുൾ ആയിട്ട് നമ്മുടെ മൈൻഡിലുണ്ടോ അത് വെച്ചിട്ട് നമുക്ക് മിറക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇഗ്നോറൻസ് ആണെങ്കിലും നോളജ് ഇല്ലെങ്കിലും നമുക്ക് ഫെയ്ത്ത് കൊണ്ട് പല കാര്യങ്ങളും നേരിടാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ടെലിഫോൺ കോൺവെർസേഷനകത്ത് കളറിനെ എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാൻഡ് ലേഡിയുടെ ഡിസ്കംഫേർട്ട് ഉണ്ടല്ലോ ആ ഒരു കോൺവെർസേഷനകത്ത് അയാൾ എത്രമാത്രം ഡാർക്കാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അയാൾ തിരിച്ചു പറയുന്ന മറുപടി എൻ്റെ ബോഡി പാർട്സ് ചില ബോഡി പാർട്സ് ഒക്കെ എനിക്ക് അത്രയും ഡാർക്കാണെന്ന് ഇയാൾ തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് കളറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ ഉമ എന്നുള്ള ഇതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ഉമയുടെ കാര്യം പറയുമ്പോൾ വളരെ ഷൈ ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടൊരു വില്ലേജ് ഗേൾ ആണ്. എഡ്യൂക്കേഷൻ വേണം. അങ്ങനെയാണ് എക്സസൈസ് ബുക്ക് ചെറിഷ് ചെയ്ത് ആ കുട്ടി എന്ത് ചെയ്യുന്നത് അതിനകത്ത് എഴുതി പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എക്സസൈസ് ബുക്ക് എന്താണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഹോപ്പും എസ്കേപ്പുമാണ്. അതായത് ആ കുട്ടിക്ക് ഒരു ടൈപ്പ് ഓഫ് ഫ്രീഡമാണ് കല്യാണം കഴിച്ചതിന് ശേഷം. ചൈൽഡ് മാരേജ് ആണല്ലോ. കല്യാണം കഴിച്ചതിന് ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ കുട്ടിക്ക് എക്സസൈസ് ബുക്ക് എന്ന് പറയുന്നത് പണ്ട് കുത്തിവരച്ച് കിടക്കുന്ന ഒരു സംഭവമാണെങ്കിലും അല്ലെങ്കിൽ പോയട്രി പോംസ് ഒക്കെ ചുമ്മാ ഓരോ ലൈൻസ് ഒക്കെ സ്ക്രിബിൾ ചെയ്തിടുന്ന സാധനമാണെങ്കിലും ആ വീട്ടിൽ വന്നതിന് ശേഷം ആ ബുക്ക് എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഒരു ഫ്രീഡം കൊടുക്കുന്ന ബുക്കാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ് ആ കുട്ടി അത് ചെറിഷ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരുന്നത്. പിന്നെ വി ആർ ഗോയിങ് ഒരു അബോറിജിനൽ പെർസ്പെക്റ്റീവിൽ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലാൻഡ് എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടതെന്നുള്ള കാര്യം പറയുക. പിന്നെന്താണ് ഇമോഷണൽ ടോൺ എങ്ങനെയാണെന്ന് പറയുക. കോളനൈസേഷൻ്റെ എഫക്റ്റ് പറയുക. പിന്നെന്താണ് അവരുടെ ആ ഒരു സേക്രഡ് ലാൻഡിനെ ഇവരെങ്ങനെ നശിപ്പിച്ചു എന്നുള്ളത്, ഇവരുടെ കസ്റ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്, റിച്വൽസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു പോവുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ടെലിഫോൺ കോൺവെർസേഷനകത്ത് പോയിറ്റിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ലേഡിയുമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സ്കിൻ കളർ ചോദിക്കുന്നു. റെൻ്റൊക്കെ ചോദിക്കുന്നതിന് മുന്നേ തന്നെ സ്കിൻ കളറാണ് ചോദിക്കുന്നത് നീഗ്രോ ആണെന്ന് അറിയുമ്പോൾ അല്ലേ. ഒന്ന് പോസ് ചെയ്യുന്നു എന്നിട്ടാണ് സംസാരിച്ചു തുടങ്ങുന്നത്. റേസിസത്തിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത് അതിനകത്ത്. പിന്നെന്താണ് കളറിനെയൊക്കെ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഹ്യൂമറിലൂടെ ഐറണിയിലൂടെയാണ് റേസിസത്തിനെ ഇതിനകത്ത് പുറത്തു കൊണ്ടുവരുന്നത് നമ്മുടെ പോയിറ്റ്. ഓക്കെ. പിന്നെ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി ആർ ഗോയിങ് എന്ന് പറയുന്നത് അബോർജിനൽ പെർസ്പെക്റ്റീവിൽ എങ്ങനെ വരും എന്നുള്ളത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അബോർജിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓസ്ട്രേലിയയിലുള്ള അവിടുത്തെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി, അവരെയാണ് അബോർജിനൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ലാൻഡിന് എന്ത് സംഭവിച്ചു? അതൊരു വേസ്റ്റ് ഡംപിങ് ഏരിയ ആയിട്ട് മാറി. അവരുടെ ആനിമൽസിന് എന്ത് സംഭവിച്ചു, അവരുടെ റിച്വൽസിന് എന്ത് സംഭവിച്ചു, അവരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഓരോ പ്ലേസസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്, ഈ കോളനൈസേഷന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതും അവരെ ഫോഴ്സ്ഫുൾ ആയിട്ട് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടി വന്ന കാര്യമൊക്കെ പറയണം. അതാണ് വി ആർ ഗോയിങ് എന്നുള്ളതിനകത്ത് പറയുന്നത്. പിന്നെ അരുന്ധതി റോയുടെ ആ എസ്സേ ഉണ്ടല്ലോ, അത് ഓഡിയോ കേട്ടിട്ട് തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് ആ ഓഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ എഗണി എന്നുള്ള വർക്കിനകത്ത് ഈ ദളിത് കമ്മ്യൂണിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റിയോട് ആളുകളുടെ ഇൻഡിഫറൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പബ്ലിക്കിന്റെ ഇൻഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ അത് ആ സ്റ്റോറി അത് ആ പോം അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. അതിനകത്ത് ഞാൻ ആ എഗണി എന്നുള്ള പോയത്തിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് കറക്റ്റായിട്ട് അവരുടെ അവസ്ഥ എന്താണെന്നും ഒക്കെ. സോ അത് എന്താണെന്ന് എഴുതുക. പിന്നെ തിയറി ഓഫ് ഡിറ്ററൻസ് എന്താണ് അരുന്ധതി റോയുടെ? അത് അവരുടെ പവർഫുൾ എസ്സേ ആയിട്ടുള്ള എൻഡ് ഓഫ് ഇമാജിനേഷൻ. അത് അരുന്ധതി റോയ് ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ് അല്ലെങ്കിൽ തിയറി ഓഫ് ന്യൂക്ലിയർ ഡിറ്ററൻസിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ഈ ന്യൂക്ലിയർ ആംസ് എല്ലാ കൺട്രീസും പറയുന്നത് ഞങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് അല്ലെങ്കിൽ ന്യൂക്ലിയർ പോളിസി ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ സമാധാനത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നതെങ്കിലും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പൺ കയ്യിൽ വെക്കുക എന്നുള്ളത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് സമാധാനത്തിന് വേണ്ടിയല്ല, അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രയോഗിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്, ആ ഒരു ഐഡിയ വെച്ചിട്ട് മാത്രമാണ് ഇത് കൺട്രീസ് കൈവശം വെച്ചേക്കുന്നത്. ഫിയറിന് വേണ്ടിയും ഡിസ്ട്രക്ഷന് വേണ്ടിയും ഒരു തരത്തിലുള്ള ഒരു അരഗൻ്റ് ആയിട്ടുള്ളൊരു പ്രൈഡിന് വേണ്ടി, ഒരു അഹങ്കാരം പിടിച്ച ഒരു അഭിമാനത്തിന് വേണ്ടിയും കൂടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വളരെ പാഷനേറ്റ് ആയിട്ടും മോറലായിട്ടും ഈ ന്യൂക്ലിയർ വെപ്പൺസിനെതിരെ ഇവർ ഒപ്പോസ് ചെയ്യുന്നതാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ന്യൂക്ലിയർ ടെസ്റ്റിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇവർ എഴുതിയിരിക്കുന്നത്. അരുന്ധതി റോയ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ് പൊസസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിക്കല്ല, അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ഈ ആളുകൾ, ഈ നേഷൻസ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ന്യൂക്ലിയർ വെപ്പൺസ് ശരിക്കും പറഞ്ഞാൽ വോറിനെ തടയുകയല്ല ചെയ്യുന്നത്, കുറച്ചും കൂടി എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ വോറിനോട്, അതായത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കാം? ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കാം. അപ്പോൾ അത് വോർ മാത്രമല്ല അതിന് ഉദ്ദേശം എന്ന് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു രാജ്യം ഇപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തിന് മാത്രമല്ല അതിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങൾക്കും അത് വലിയൊരു ഭീഷണിയായിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സ്ട്രെങ്ത് അല്ല, ഹ്യൂമൻ എത്തിക്സിൽ അല്ലെങ്കിൽ ഹ്യൂമൻ വാല്യൂസിന്റെ കൊളാപ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എൻഡ് ഓഫ് ഇമാജിനേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബലമാണ്, അല്ലെങ്കിൽ ആളുകളെ മറ്റുള്ള രാജ്യങ്ങളെ പേടിപ്പിച്ച് നിർത്താം എന്നാണ് നമ്മുടെ ഒരു വെപ്പ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വയലൻസും ഡോമിനേഷനും അല്ലെങ്കിൽ അബ്സല്യൂട്ട് പവറും എന്ത് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആളുകൾക്ക് വേണം. അത് മാത്രമാണ് ആളുകളുടെ മൈൻഡിലുള്ളത്. സോ അവിടെ ഇമാജിനേഷൻ ഒന്നും ഇല്ല എന്ന് വെച്ചാൽ അവർ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റിയിലോട്ട് വരുന്നില്ല ഇവിടെ ആളുകളൊന്നും. അപ്പോൾ അവർ ന്യൂക്ലിയർ വെപ്പൺസിനെ എന്താ പറയുക, ഗവൺമെൻറ് പ്രൈഡ് അതായത് അഭിമാനമായിട്ട് കാണിക്കുന്നു. പോവേർട്ടിയെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇഷ്യൂസ് ഒന്നും ഈ ന്യൂക്ലിയർ വെപ്പണിൻ്റെ പോളിസി വരുമ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അരുന്ധതി റോയ് ലീഡേഴ്സിനെയും ഗവൺമെൻറ്റിനെയൊക്കെ കളിയാക്കുകയാണ്, ഹിപ്പോക്രസിയെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഫുഡിനും വാട്ടറിനും എഡ്യൂക്കേഷനും വേണ്ടി ഇവിടെ ബേസിക് നീഡ്സിന് വേണ്ടി ആളുകൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഗവൺമെൻറ്റ്സ് എല്ലാം എന്നാണ് പറയുന്നത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പവർ ഓഫ് ഫെയ്ത്തിനകത്തുള്ള ഹ്യൂമർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ദ പവർ ഓഫ് ഫെയ്ത്തിനകത്തുള്ള ഹ്യൂമർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു എസ്ഐക്കകത്ത് വരുന്ന ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാം. വിഡ്ഢി കൂഷ്മാണ്ഡത്തിൻ്റെ സിറ്റുവേഷൻ വരുന്നുണ്ട്, പിന്നെ ഇതുപോലെ തന്നെ രാജാവിനെ എണീപ്പിക്കുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറിക്കകത്ത് പിന്നെന്താണ് വിഷവൈദ്യൻ്റെ അടുത്ത് പോയി ഇദ്ദേഹം കാലി വീണിട്ട് പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു തന്നത് മന്ത്രം എന്താണെന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് എഴുതാനുള്ളത്. പിന്നെ മാഡ്നസ് എന്ന് പറയുന്നത് ദളിത് കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള എങ്ങനെയാണ് പറയുന്നതെന്നുള്ളത്, ആ ഒരു മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ മാഡ്നസിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ആരാണെന്ന്, പിന്നെ ആ സ്ത്രീയുടെ ആ സിസ്റ്ററിൻ്റെ കാര്യം പറയണം, നമ്മുടെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കാര്യം പറയുക,
പിന്നെന്താണ്, കൃഷ്ണൻ്റെ കാര്യം പറയുക, കൃഷ്ണൻ കല്യാണം കഴിച്ചേക്കുന്ന ഭാര്യയുടെ കാര്യം പറയുക, ഭാര്യയുടെ സ്റ്റേറ്റസിനെ കുറിച്ചും പെരുമാറ്റം എന്താണെന്ന് പറയുക, മറ്റേ ആളുകൾ കൃഷ്ണൻ്റെ വയ്യാത്ത സിസ്റ്ററിനെയും കൊണ്ട് കൃഷ്ണനെ മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ കൃഷ്ണൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് പറയുക. ഇനി എന്തുകൊണ്ടാണ് ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇയാൾ, മോളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇയാൾ, മോളുടെ റിയാക്ഷൻ എന്താണ് ഇയാളുടെ അമ്മ കാണാൻ വരുമ്പോൾ എന്നുള്ളതൊക്കെ പറഞ്ഞു പോവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൃഷ്ണൻകുട്ടിയുടെ പ്രൊഫഷൻ എന്താണ്, മാഡ്നസ് എന്നുള്ള ഷോർട്ട് സ്റ്റോറിക്കകത്ത് ടീച്ചറാണ് ഇയാൾ. യുണൈറ്റ് എന്നുള്ള വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്താണ്, ഡിവൈഡ്. യുണൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, യൂണിറ്റി അല്ലെങ്കിൽ ഒരുമ എന്ന് പറയാം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ വി ആർ ഗോയിങ്ങിനകത്ത് ഈ വൈറ്റ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കോളനൈസേഴ്സിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അവരുടെ കൾച്ചറിനെ അവരുടെ ലാൻഡിനെയും ഒക്കെ ഡിസ്ട്രോയ് ചെയ്ത് ഇറേസ് ചെയ്ത് കളഞ്ഞ സ്ട്രേഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. എഗണിക്കകത്ത് ആ ഓൾഡ് വുമണിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു എഗണി എന്നുള്ള പോയത്തിനകത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഫാമിഷ്ഡ് എന്നും റിങ്കിൾഡ് എന്നും വീക്ക് എന്നും പിന്നെ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ക്രൗച്ച് ചെയ്ത്, അതായത് പതുക്കെ കൂനി പോകുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ദ മാൻ ഹു വാസ് എ ഹോസ്പിറ്റലിനകത്ത് പോയറ്റിന് ഇല്ലാത്ത ഡിസീസ് ഏതായിരുന്നു, ഹൗസ് മെയ്ഡ്സ് നീ ആയിരുന്നു. അതായത് മറ്റേ മുട്ടുവേദന എന്ന് പറയാം. അത് ഈ എന്താ പറയുക, ഈ ഹൗസ് വൈഫ്സിനുള്ള അല്ലെങ്കിൽ ഈ വീട്ടിലെ ജോലികൾ ഒരുപാട് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള പിന്നെ അസുഖമാണ് ഹൗസ് മെയ്ഡ്സിന്. അത് മാത്രം ആർക്കില്ല, നമ്മുടെ മാൻ ഹു വാസ് എ ഹോസ്പിറ്റൽ എന്നുള്ളതിനകത്ത് നറേറ്ററിന് ഇല്ല. പിന്നെ ഉമയ്ക്ക് ആ എക്സസൈസ് ബുക്ക് ആരാണ് ഗിഫ്റ്റ് ചെയ്തത്, ഉമയുടെ അച്ഛനാണ്. അതുപോലെ തന്നെ ആൻറ്റൺ ചെക്കോവിൻ്റെ പ്ലേ ആയിട്ടുള്ള മറ്റേ എന്താ പറയുക, മാരേജ് പ്രപ്പോസലിനകത്ത് ലൊമോവ് ആരാണ്, ലൊമോവ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോകോൺട്രിയാക് ലാൻഡ് ഓണറാണ്, അയാൾക്ക് കല്യാണം കഴിക്കണം. സോ ഹീ ഈസ് ആക്ച്വലി സെർച്ചിങ് ഫോർ ബ്രൈഡ്സ്. പിന്നെ ടെലിഫോൺ കോൺവെർസേഷനകത്ത് സ്പീക്കറിൻ്റെ കൺഫെഷൻ എന്തായിരുന്നു, ദാറ്റ് ഹീസ് എ ബ്ലാക്ക് ആഫ്രിക്കൻ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ഓക്കെ. പിന്നെ ഈ ഐ കാൻ ഹെൽപ്പ് ബ്ലോസമിങ് എന്നുള്ള പോയത്തിനകത്ത് തീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഗോൾഡൻ കാഷ്യ ഇതുപോലെ വിരിയുന്നത്, വിഷു ആകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഗോൾഡൻ കാഷ്യ വിരിയും. അപ്പോൾ അത് നമ്മുടെ ലൈഫിലും എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഐഡൻറ്റിറ്റി കാർഡിലെ കാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൊമോവ് പിന്നെ വൈ ലൊമോവ് ഗോട്ട് മാരീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൊമോവ് വാണ്ടഡ് ടു മാരി ഫോർ പ്രാക്ടിക്കൽ റീസൺസ്, ബിക്കോസ് ഹി വാസ് ഏജിങ് ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഹാർട്ട് ഇഷ്യൂസ് ഉണ്ട് അല്ലേ, ഒരു സ്റ്റേബിൾ ഫാമിലി ലൈഫ് വേണമായിരുന്നു, അല്ലാതെ ലവിന് വേണ്ടിയല്ല ലൊമോവ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് ലൊമോവ് മറ്റേ പിന്നെ തൊട്ടടുത്ത നെയ്ബറിനെ തന്നെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എന്താണ് പ്രോപ്പർട്ടി കൺസേൺസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. പിന്നെ നമ്മുടെ മാൻ ഹു വാസ് എ ഹോസ്പിറ്റലിനകത്തുള്ള എന്തൊക്കെ ഡിസീസസിനെ കുറിച്ചാണ് അയാൾക്കുണ്ടെന്നും പറഞ്ഞ് അയാൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തതെന്നുള്ള ലിസ്റ്റ് ഓഫ് ഡിസീസസിൻ്റെ പേര് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മാഡ്നസ് എന്നുള്ള സ്റ്റോറിയുടെ ടൈറ്റിലിൻ്റെ ഇൻഫ്ലുവൻസ് ചോദിക്കാം. അപ്പോൾ മാഡ്നസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിച്ചത് ലിറ്ററൽ ആൻഡ് സൊസൈറ്റൽ മാഡ്നസ് ആണ്. ആ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ സിസ്റ്ററിന് അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണൻ്റെ പെങ്ങക്കാണ് ശരിക്കും പറഞ്ഞാൽ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, കൃഷ്ണനും മാഡായിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ എന്താണ് ഈ സൊസൈറ്റിയുടെ പ്രഷർ മൂലം മാഡായിട്ടുള്ള രീതിയിലാണ് അയാളും എന്ത് ചെയ്യുന്നത്, പിന്നെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റർ മാഡ്നസ് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കൃഷ്ണൻ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് കാസ്റ്റിൻ്റെ പേരിൽ ഇതുപോലെ ഫാമിലി മെമ്പേഴ്സിനെ അകറ്റി നിർത്തുന്നതും നാട്ടുകാർ വന്നപ്പോൾ ഡോർ അടച്ച് ലോക്ക് ചെയ്ത് ഇരിക്കുന്നത് അകത്തിരിക്കുന്നതും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ഓഫ് മാഡ്നസ് ആണെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടതെന്നാണ് ഈ ഒരു മാഡ്നസ് എന്നുള്ള ഈ ടൈറ്റിൽ സിഗ്നിഫൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാൽക്കോം എക്സിൻ്റെ നൈറ്റ് മെയർ എന്താണ്. മാൽക്കോം എക്സിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ടൈറ്റിലാണിത്, നൈറ്റ് മെയർ എന്നുള്ളത്. എന്ത് നൈറ്റ് മെയറിനെ കുറിച്ചാണ് മാൽക്കോം എക്സ് സംസാരിക്കുന്നത് ഇവിടെ, റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ആഫ്രിക്കൻ അമേരിക്കൻസ് അമേരിക്കയിൽ ഫേസ് ചെയ്യുന്ന ഓപ്പറേഷനെ കുറിച്ചുമാണ് പറയുന്നത്. പിന്നെ ജോൺ കുര്യനെ എന്തുകൊണ്ടാണ് റെസിഡൻസ് അസോസിയേഷൻകാർ ഹെൽപ്പ് ചെയ്യാഞ്ഞത് മറ്റേ ഗാർബേജ് ഡബിങ്ങിൻ്റെ ഇഷ്യൂസിലും മറ്റേ കാര്യത്തിലുമൊക്കെ. അതായത് അയാളിൽ പിന്നെ വെള്ളം റേസ് ചെയ്തല്ലോ, അതായത് ഇയാളുടെ വീട്ടിലോട്ട് മഴയത്ത് വെള്ളം ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാൾ എന്ത് ചെയ്തു, ഇയാളുടെ വീട്ടിൽ മുറ്റത്തെ വീട്ടിലെ ആ എൻട്രൻസിൻ്റെ ഭാഗം അങ്ങ് ഇയാൾ എന്ത് ചെയ്തു, റേസ് ചെയ്തു. അപ്പോൾ വെള്ളം മൊത്തം എങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി, സ്ട്രീറ്റ്സിലോട്ടും ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളുടെ ഓരോ വീടുകളിലോട്ടും ഒക്കെ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ അവരെന്ത് ചെയ്തു, അങ്ങനെ തുടങ്ങിയതാണ് അവർക്ക് ഇയാളുടെ അടുത്തുള്ള ദേഷ്യം. പിന്നെ ഗാർബേജ് ഡംപിങ്ങിൻ്റെ ഇഷ്യൂവും കൂടി വന്നു അല്ലേ.
പിന്നെ ന്യൂക്ലിയർ വാറിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിക്കാം. ന്യൂക്ലിയർ വാറിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ റേഡിയേഷൻ ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ട്, ക്ലൈമറ്റ് ഡിസ്റപ്റ്റഡ് ആവുന്നുണ്ട്, ലോങ് ടേം ആയിട്ട് ഹ്യൂമൻ ബീങ്സിനെയും ആനിമൽസിനെയും ബേർഡ്സിനെയും എല്ലാ ലിവിങ് ബീങ്സിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കേണ്ടതാണ്. പിന്നെ ലൊമോവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ഒരു കൈൻഡ് ഓഫ് കോമിക്കൽ ക്യാരക്ടറാണ്, ലാൻഡ് ഓണറാണ്. ഇയാൾ ഹെൽത്തിനെ കുറിച്ച് വളരെ ഓവർലി കൺസേൺഡ് ആണ്, നെർവസ് ആണ്, ആർഗ്യുമെൻറ്റേറ്റീവ് ആണ്, സോഷ്യലി ഓക്വേർഡ് ആണ്. മാരേജ് പ്രപ്പോസൽ അവസാനം അടിയും വഴക്കുമായിട്ട് തീരുന്നുണ്ട് അല്ലേ. അപ്പർ ക്ലാസ്സിലെ ഒരു കൈൻഡ് ഓഫ് അപ്പർ ക്ലാസ് ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ വഴി ആന്റൺ ചെക്കോവ് ഈ അപ്പർ ക്ലാസ് ക്യാരക്ടറിനെ മോക്ക് ചെയ്യുന്ന പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. മാരേജ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് കൺവീനിയൻസ് ആണ്, അല്ലാതെ ലവ് കൊണ്ടല്ലേ ഇയാൾ കല്യാണം കഴിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ആന്റൺ ചെക്കോവ് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ടെലിഫോൺ കോൺവെർസേഷൻ എന്നുള്ള പോം എങ്ങനെയാണ് ഒരു ഡ്രമാറ്റിക് മോണലോഗായിട്ട് മാറുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പോമാണ്. അതായത് സ്പീക്കർ റേഷ്യൽ പ്രെജുഡിസ് അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് ഇവിടെ എക്സ്പോസ് ചെയ്യുന്നത്. സിംഗിൾ സൈഡഡ് കോൺവെർസേഷനാണ് ഒരു റേസിസ്റ്റ് ലേഡിയോ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഐറണി, വിറ്റ് അല്ലെങ്കിൽ സർക്കാസം ഒക്കെ വെച്ചിട്ടാണ് ഈ ഡിസ്ക്രിമിനേഷനെ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്ത് കാണിക്കുന്നത്. എസ്പെഷ്യലി ലാൻഡ് ലേഡിയുടെ ക്വസ്റ്റ്യൻസ് അബൌട്ട് സ്കിൻ കളറും അവരുടെ ആ ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇയാളുടെ മറുപടിയും എല്ലാം എന്താണ് ആ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പോയത്തിനെയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഉമായുടെ എക്സസൈസ് ബുക്കിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ പ്രൈഡ് ആൻഡ് ഐഡന്റിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ് എക്സസൈസ് ബുക്ക് സിംബലൈസ് ചെയ്യുന്നത്. ഗിഫ്റ്റഡ് ബൈ ഹർ ഫാദർ, അത് അവൾക്കുള്ള ഒരു എക്സ്പ്രഷൻ്റെയും സെൽഫ് വർത്തിൻ്റെയും സ്പേസ് ആയിട്ട് മാറുകയാണ് അല്ലേ. പിന്നെ അത് മാത്രമല്ല, എക്സസൈസ് ബുക്ക് ഇവരുടെ ഇൻലോസും അല്ലെങ്കിൽ ഹസ്ബൻഡും എടുത്ത് മാറ്റുമ്പോൾ ആ കുട്ടിയുടെ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സെൽഫ് എക്സ്പ്രഷനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അത് പേട്രിയാർക്കിക്കൽ സൊസൈറ്റിയുടെ ഒരു കൈൻഡ് ഓഫ് ഈവിൾനെസ് ആണ്. അതായത് എസ്പെഷ്യലി സ്ത്രീകളുടെ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിളായിട്ട് മാറ്റി നിർത്തുക, അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു കൈൻഡ് ഓഫ് ക്രിറ്റിസിസമാണ്. പിന്നെ കൊച്ചുരാമൻ ഇൻ പവർ ഓഫ് ഫെയ്ത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുരാമൻ്റെ ആ ഒരു ഫസ്റ്റ് തുടക്കത്തിലെ ഒരു കൈൻഡ് ഓഫ് ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു പയ്യനായിരുന്നു കൊച്ചുരാമൻ. അങ്ങനെ മന്ത്രം പഠിക്കാൻ വേണ്ടി പോയി. അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലെ വിശ്വവൈദ്യൻ എന്ത് പറയുന്നു, വിഡ്ഢി കുഷ്മാണ്ഡം എന്ന് പറയുന്നു. രാവിലെ വന്ന് നിന്നിട്ട് ഡോറിൻ്റെ തട്ടിയിട്ട് മന്ത്രം പഠിക്കണം എന്ന് പറഞ്ഞാൽ വിഡ്ഢി കുഷ്മാണ്ഡം എന്നുള്ളത് മന്ത്രമാണെന്ന് കരുതി ഇയാൾ എന്ത് ചെയ്യുകയാണ്, ഇത് ഉരുവിട്ട് 1001 തവണയൊക്കെ ഉരുവിടുന്നു കുളിക്കാൻ. പിന്നെ അങ്ങനെ എന്നിട്ട് ഇയാൾ ഓരോരുത്തരെയും ഇങ്ങനെ മന്ത്രം കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ചികിത്സിക്കാൻ തുടങ്ങി ആൻഡ് ഹീൽ ചെയ്യാൻ തുടങ്ങി. ഹീൽ ചെയ്ത് അവസാനം രാജാവിനെ തന്നെ ഹീൽ ചെയ്യുന്നു. അപ്പം പഴയ വിഷവൈദ്യൻ്റെ നമ്മുടെ ഗുരു വന്നിട്ട് ചോദിക്കുകയാണ്, അയ്യോ ഇതെങ്ങനെ നീ ഹീൽ ചെയ്തു? അപ്പോൾ ഇയാൾ പറയുന്നത് എന്താണ് കൊച്ചുരാമൻ, അത് ഗുരു പറഞ്ഞു തന്ന മന്ത്രം വെച്ച് തന്നെയാണ് ഞാൻ ഹീൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഏത് മന്ത്രം എന്ന് ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞ വിഡ്ഢി കുഷ്മാണ്ഡം. അപ്പോൾ ആ ഫെയ്ത്തോട് കൂടി ആ മന്ത്രം ഇങ്ങനെ ഉരുവിട്ട് അയാൾ ആ ഒരു ഫെയ്ത്തോട് കൂടി തന്നെ മുന്നോട്ട് പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അയാൾ സക്സസ്ഫുൾ ആയിട്ട് മാറിയത്. പിന്നെ നൈറ്റ് മെയർ എന്നുള്ള ടൈറ്റിലിൻ്റെ അനാലിസിസ് ചോദിക്കാം. അത് ആ ഒരു സ്റ്റോറി പോലെ, അതായത് അയാൾ എന്തൊക്കെ അയാളുടെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ട്, മാൽക്കം എക്സ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി, അത് ആ എസ്ഐക്കകത്ത് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, എൻഡ് ഓഫ് ഇമാജിനേഷൻ എന്നുള്ളതിനകത്ത്. അപ്പോൾ അത് കേട്ടിട്ട് വേണം അത് എഴുതാൻ. അത് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. തിയറി ഓഫ് ഡിറ്ററൻസും ന്യൂക്ലിയർ പോളിസിയുടെ ആ ഒരു എസ്ഐയും. പിന്നെ വി ആർ ഗോയിങ് എന്നുള്ളതിനകത്ത് അബോറിജിനൽ കാര്യം പിന്നെയും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് ഏകദേശം ഇത്രയും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.